ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഒന്നിലധികം തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ ഇപ്പോഴും കൂട്ടാക്കുന്നില്ല. പ്രതിഷേധം തുടരുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ അവർ തുടരുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘർഷത്തിൽ കലാശിച്ചിരിക്കുകയാണ്. നിരവധി തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും. അജീഷ്, ഇപ്പോൾ ഒന്നിലധികം തവണ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പലയിടങ്ങളിലായി ഇപ്പോഴും അവിടെ തുടരുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, ഈ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇപ്പോൾ സംഘർഷാവസ്ഥയിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസ് 3 തട്ടം ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകർക്ക് നേരെ. ഒരു ഭാഗം പ്രവർത്തകർ ഒരു വശത്ത് നിന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തതോടെയാണ് പോലീസ് വീണ്ടും ശക്തമായി ജലപീരങ്കി പ്രയോഗിച്ചു തുടങ്ങിയത്. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോഴും ഈ ബാരിക്കേഡ് വെച്ചിരിക്കുന്ന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. പിന്മാറാൻ തയ്യാറാകുന്നില്ല. കോർപ്പറേഷൻ ആമയിഴഞ്ചാന്റെ വിഷയത്തിൽ ശുചീകരണ തൊഴിലാളി മരിച്ച വിഷയത്തിലാണ് പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ സംഘർഷാവസ്ഥയിലായി. പ്രവർത്തകർ ഉപകരണങ്ങളും മറ്റും പോലീസിന്റെ നേർക്ക് വലിച്ചെറിയുന്നുണ്ട്. പോലീസ് ജലപീരങ്കി 3 വട്ടം ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു. ഇപ്പോഴും സംഘർഷാവസ്ഥ തന്നെയാണ്. ഒരു ഭാഗത്തെ ബാരിക്കേഡ് പ്രവർത്തകർ മറിച്ചിട്ടു. മുഴുവനായി മറിച്ചിടാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായ മരിച്ച സംഭവത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല. ബാരിക്കേഡുകൾ മറിച്ചിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നേറാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കൂടുതൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമവും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അറസ്റ്റിന് വഴങ്ങാതെ ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോഴും പോലീസുമായി വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അവിടെ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. അതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. അജീഷ് ജയകുമാർ തുടരുന്നു. അജീഷ്, ഈ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് പോലീസ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അറസ്റ്റിന് വഴങ്ങുമോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ? വിജയകുമാർ, ഇപ്പോൾ പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന് മതിൽ ചാടി അകത്ത് കടന്നിരിക്കുകയാണ്. പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗം പ്രവർത്തകർ, കുറച്ചധികം പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷന്റെ മതിൽ ചാടി അകത്തേക്ക് കടന്നിരിക്കുകയാണ്. പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ അകത്തേക്ക് കടന്നിട്ടുള്ളത്. പോലീസ് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ സംഘർഷാവസ്ഥയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും മടിയുമാണ്. എന്തായാലും പ്രവർത്തകർ ഈ പോലീസിനെ നേരത്തെ കമ്പും മറ്റും വലിച്ചെറിയുന്നുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് 3 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം പ്രവർത്തകർ ഒരു ഭാഗം ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ഈ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കിടന്ന് ഉള്ളിലേക്ക് കടന്നത്. ഇപ്പോഴും ഇവിടെ സംഘർഷാവസ്ഥ തന്നെയാണ്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ഈ ഭാഗത്ത് എന്തായാലും നിരവധി പ്രവർത്തകർ മതിൽ ചാടി അകത്തേക്ക് കടന്നിട്ടുണ്ട്. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. ഇവിടെയെല്ലാം വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അജീഷ്, ഈ അകത്ത് കോർപ്പറേഷൻ ഓഫീസിലേക്ക് അതിന്റെ മതിൽ ചാടി അകത്ത് കടന്ന പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഈ അകത്ത് കടന്ന പ്രവർത്തകർ, അവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ പോലീസ്? അതോ അവരിപ്പോഴും കോർപ്പറേഷൻ ഓഫീസിനകത്ത് തുടരുകയാണോ?
വിജയകുമാരി, അകത്ത് കയറിയ പ്രവർത്തകരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ വാഹനത്തിനുള്ളിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. പുറത്തും സംഘർഷം തന്നെയാണ്. കുറച്ച് പ്രവർത്തകർ ഈ മതിലിന് പുറത്ത് നിൽക്കുകയാണ്. അവരെയും പോലീസ് ബലമായി പിടിച്ചു നീക്കുന്നുണ്ട്. നേരത്തെ തന്നെ ഈ കുറച്ചധികം പ്രവർത്തകർ, ഒരു 10ലധികം പ്രവർത്തകർ മതിൽ ചാടി, അത് വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരുണ്ട്. ഇവരെല്ലാം മതിൽ ചാടി അകത്തേക്ക് കയറി. തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നിരവധി പ്രവർത്തകർ, വനിതാ പ്രവർത്തകരടക്കം ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മതിൽ ചാടിക്കടന്ന് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇപ്പോൾ ഓഫീസിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായി. 3-4 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കില്ല. വീണ്ടും സംഘടിച്ച് പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകരെ പോലീസ് തടയുന്നുണ്ട്. അറസ്റ്റിന് തയ്യാറാകണം എന്നാണ് ഈ പ്രവർത്തകരോട്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോട് പോലീസ് പറയുന്നത്. പക്ഷേ അറസ്റ്റിന് വഴങ്ങില്ല എന്നാണ് പ്രവർത്തകർ പോലീസിനെ അറിയിച്ചത്. പ്രതിഷേധിക്കും എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. 4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ അതിനുശേഷവും പല സ്ഥലങ്ങളിൽ നിന്നായി സംഘടിച്ച് വീണ്ടും അവിടേക്ക് എത്തുകയാണ്. ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നേറാൻ ഇപ്പോൾ വീണ്ടും പ്രവർത്തകർ ശ്രമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ അജീഷ് ജയകുമാർ ഒരിക്കൽ കൂടി ചേരുന്നു. അജീഷ്, ഈ പ്രവർത്തകർ വീണ്ടും അവിടെ സംഘടിച്ചെത്തുന്നുണ്ട്. അറസ്റ്റിന് വഴങ്ങുന്നില്ല. കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടന്നേക്കുമോ? വിജയകുമാർ, ഇപ്പോൾ ഈ കുറച്ച് പ്രവർത്തകർ അവർ ഈ മതിൽ ചാടി അകത്തേക്ക് കടന്നില്ല. അകത്ത് കടന്ന എല്ലാ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ചധികം പ്രവർത്തകർ ഈ മറിച്ചിട്ട ബാരിക്കേഡിന്റെ ഭാഗത്തുകൂടി അകത്ത് കയറാൻ ശ്രമിക്കുകയായിരുന്നു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്. ഇവരെ ഇപ്പോൾ പോലീസ് സന്നാഹം തടഞ്ഞിട്ടുണ്ട്. ഇത് തടഞ്ഞതാണ് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കടന്നത്. പോലീസ് ഗോ ബാക്ക് എന്ന് വിളിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ആമയിഴഞ്ചാൻ വിഷയത്തിൽ മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് തടയുന്നു. ഈ തടയുമ്പോൾ ചില സംഘർഷാവസ്ഥകളൊക്കെ ഇവിടെ ഉണ്ടാവുകയാണ്. ചില മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പിന്നോക്കം കൊണ്ടുപോവുകയാണ്. അവരെ പിന്തിരിപ്പിക്കുകയാണ്. അവർ പിന്തിരിഞ്ഞു പോവുകയാണ്. പോലീസ് എന്തായാലും അകത്തേക്ക് കൂടുതൽ പ്രവർത്തകരെ അകത്തേക്ക് കയറാൻ അനുവദിക്കുന്നില്ല. അകത്ത് കയറിയ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇവരിപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ പ്രധാന റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധം അവസാനിപ്പിച്ച് പിന്മാറുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടെ എത്തിയ നേതാക്കൾ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് തിരികെ കൊണ്ടുപോവുകയാണ്. പോലീസിന്റെ കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റുകയാണ്. ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ കോർപ്പറേഷന് വലിയ വീഴ്ച പറ്റിയെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധ മാർച്ച് നടന്നത്. മാർച്ചിനിടയിൽ ഒരു സംഘം പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറുകയും ചെയ്തു. അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. പുറത്ത് 3-4 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു എന്നാണ് ഇപ്പോൾ നേതാക്കളൊക്കെ അവിടെ പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കോർപ്പറേഷൻ ഓഫീസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതിന് മുന്നിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അറസ്റ്റിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തയ്യാറായില്ല. അജീഷ്, ഈ സംസ്ഥാന നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നോ പ്രതിഷേധം, അതോ ജില്ലാ കമ്മിറ്റി ആയിരുന്നോ പ്രതിഷേധം സംഘടിപ്പിച്ചത്? വിജയകുമാർ, ഇപ്പോൾ വീണ്ടും, അതായത് ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ പിന്നിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അവിടെ വീണ്ടും സംഘർഷാവസ്ഥയാവുകയാണ്. ഇവിടെ ഒരു ഗേറ്റ് മാത്രമാണ് ഉള്ളത്. കുറച്ച് പോലീസുകാരുമുണ്ട്. ഇവിടെ ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥയാണ്. പോലീസുമായി ഉന്തും തള്ളുമാവുകയാണ് പ്രവർത്തകർ. എന്തായാലും ഈ കോർപ്പറേഷൻ ഓഫീസിന്റെ മുന്നിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ പിൻഭാഗത്ത് കൂടി അകത്ത് കയറാനുള്ള ശ്രമമായിരുന്നു നടന്നത്. പോലീസുമായി ഉന്തും തള്ളുമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ആ ദൃശ്യങ്ങളാണ്. തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുണ്ട്. അകത്തേക്ക് കയറാനുള്ള ശ്രമം പോലീസ് ചെറുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലുണ്ടായിരുന്ന കുറച്ച് പ്രവർത്തകരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിരുന്നു. പക്ഷേ അവിടുന്ന് അകത്തേക്ക് കടക്കാൻ പ്രവർത്തകർക്ക് സാധിച്ചില്ല. തുടർന്നാണ് പ്രവർത്തകർ മാർച്ചുമായി ഈ പിൻഭാഗത്തേക്ക് വന്നത്. പിൻഭാഗത്തെ ഒരു ഗേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ഗേറ്റിന് ഇവിടെ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. പക്ഷേ
ബാരിക്കേഡ് ഒന്നുമില്ല, തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അതേ തുടർന്നാണ് പ്രവർത്തകർ ഇപ്പോൾ ഇത് തള്ളി മറിച്ച് അകത്തേക്ക് കയറാനുള്ള ശ്രമം നടക്കുന്നത്. പോലീസുമായി ചെറിയ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായി. പ്രവർത്തകർ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, മേയറുടെ രാജി ആവശ്യപ്പെട്ട്. എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് കടക്കുകയാണ്. ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ സംഘർഷമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചിൽ ഇടയിൽ നടക്കുന്നത്. എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളുമാണ് ഉണ്ടാവുന്നത്. പ്രവർത്തകർ പിന്നിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതാണ് ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രവർത്തകർ അതിന്റെ മറ്റൊരു ഗേറ്റിലേക്കാണ് എത്തിയത്. അവിടെ പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. ആ ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാൻ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുകയാണ്. അവിടെ പോലീസുമായി ഉന്തും തള്ളുമുണ്ട്. ഒരു പോലീസ് നടപടിയിലേക്ക് പോകാതെ നോക്കാൻ മുതിർന്ന നേതാക്കൾ നേരത്തെ ഇടപെട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റു നേതാക്കളെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നില്ല. പ്രതിഷേധം തുടരുകയാണ്. മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. കോർപ്പറേഷന്റെ മെയിൻ ഗേറ്റിൽ സമരക്കാരെ നേരത്തെ പോലീസ് തടഞ്ഞിരുന്നു. അവിടെ ജലപീരങ്കിയൊക്കെ പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത്. അതിനിടയിൽ ചില പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിന്റെ അകത്തേക്ക് കടക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ സൈഡ് ഗേറ്റ് അത് മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷേ പോലീസ് അവിടെ കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ അവിടെ തടയുന്നുണ്ട്. ഒരു വാക്ക് തർക്കത്തിലേക്കും ഉന്തും തള്ളിലേക്കുമൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ കടന്ന് മുദ്രാവാക്യം മുഴക്കുകയാണ്. ചില നേതാക്കൾ അവിടെ പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ സംഘർഷാവസ്ഥയ്ക്ക് ഇപ്പോഴും അയവ് വന്നിട്ടില്ല. അജീഷ്, ഈ ജില്ലാ കമ്മിറ്റിയാണോ ഈ പ്രതിഷേധം ആഹ്വാനം ചെയ്തത്? സംസ്ഥാന നേതാക്കളൊന്നും ഇല്ലേ ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി? വിജയകുമാർ, സംസ്ഥാന നേതാക്കളൊന്നും ഈ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ജില്ലാ നേതാക്കളാണ് ഇപ്പോൾ ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. അവരായിരുന്നു നേരത്തെ 12 മണിക്കായിരുന്നു തീരുമാനിച്ചത്. പിന്നീട് വൈകിയാണ് 12:30 തുടങ്ങിയത്. പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തകർ ആദ്യം ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചെങ്കിൽ അതൊന്നും വിജയിച്ചില്ല. പിന്നീട് കുറച്ച് പ്രവർത്തകർ അകത്തേക്ക് ചാടി. ഇപ്പോൾ വലിയ സംഘർഷമാണ്. അറസ്റ്റ് നീക്കാൻ പോലീസ് ശ്രമിക്കുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിരിക്കും. വിജയകുമാർ, പോലീസ് പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് വിരട്ടി ഓടിക്കുകയാണ്. ആ പ്രവർത്തകർ കുറച്ചുപേർ വിരണ്ട് ഓടുകയും ചെയ്തു. ഇപ്പോൾ പോലീസ് പരമാവധി പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ വഴങ്ങിയില്ല. ഇതേ തുടർന്നാണ് ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ വിരട്ടി ഓടിച്ചത്. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ വിരട്ടി അങ്ങോട്ട് പോവുകയാണ്. പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. വിജയകുമാർ, പോലീസ് പ്രവർത്തകരെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിനും ആ ഭാഗത്ത് മുന്നിൽ ഇപ്പോൾ പ്രവർത്തകർ ഓരോ പ്രവർത്തകരെയുമായി അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലാത്തി ചാർജ് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തി വീശി അതിനുശേഷം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. വലിയ പോവുകയാണ്. പ്രവർത്തകരെ വളഞ്ഞിട്ട് പിടിച്ച് ജീപ്പിലേക്ക് കയറ്റാനുള്ള ശ്രമമായിരുന്നു. അറസ്റ്റിന് വഴങ്ങില്ല എന്നാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അവിടെ വീണ്ടും സംഘർഷാവസ്ഥയുണ്ട്. ലാത്തി വീശി പ്രവർത്തകർ ചിതറിയോടി. ആ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് പിന്നാലെ എത്തി അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. 2-3 തവണ പോലീസുമായി പ്രവർത്തകർ ഏറ്റുമുട്ടിയെങ്കിലും ഒരു ലാത്തി വീശലിലേക്ക് പോയിരുന്നില്ല. ഈ കോർപ്പറേഷന്റെ പിൻഭാഗത്തുള്ള ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ലാത്തി വീശിയത്. തുടർന്ന് പ്രവർത്തകർ ചിതറിയോടി. അവരെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ കൂട്ടമായി എത്തി അത് ചെറുക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. ഒരു സംഘർഷാവസ്ഥ തിരുവനന്തപുരത്ത് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് കുറച്ച് സമയമായി, കുറച്ച് മണിക്കൂറായി അത് തുടരുന്നുണ്ട്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലും അതിൻ്റെ വശങ്ങളിലെ ഗേറ്റുകളും ഒക്കെയായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയായിരുന്നു. കുറച്ച് പ്രവർത്തകർ ഇതിനകം ഓഫീസിനകത്തേക്ക് കടക്കുകയും അവരെ പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇപ്പോഴിതാ അവിടെ അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവിടെ പ്രതിഷേധം തുടരുകയാണ്. സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. അജീഷ്, ഈ കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. ആരെങ്കിലും ഒക്കെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ പോലീസ്? ലാത്തി വീശിയപ്പോൾ ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? വിജയകുമാർ, ഇപ്പോൾ ഈ പ്രവർത്തകനെയും പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പ്രവർത്തകർ ഇടപെട്ട് മോചിപ്പിച്ചു. ഇപ്പൊ അവർ MG റോഡിലൂടെ ഇപ്പോൾ പ്രതിഷേധ മുദ്രാവാക്യങ്ങളും വിളിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ സമരം തന്നെയായിരുന്നു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. മേയറുടെ രാജി ആവശ്യപ്പെട്ട് അവർ ഇപ്പോൾ ഈ പോലീസിന്റെ ബന്ധവസ്തുകൾ
ബന്ദോബസ്തുകൾ മറികടന്നുകൊണ്ട് അകത്തേക്ക് കുറച്ച് പ്രവർത്തകർ കയറിയെങ്കിലും അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പിന്നീട് പ്രവർത്തകർ പിന്നിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും പോലീസ് അത് പിന്നെയും തടഞ്ഞു. പോലീസിന്റെ രാത്രി വീശിയതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞോടി. ഒരു പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും പോലീസുമായി സംഘർഷാവസ്ഥയിലായി. എന്തായാലും ആ പ്രവർത്തകനെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതാക്കൾ ഇടപെട്ട് മോചിപ്പിച്ച പ്രവർത്തകർ ഇപ്പോൾ മുദ്രാവാക്യം വിളിച്ച് MG റോഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ട് മുന്നിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ സമരം തന്നെയായിരുന്നു ഈ അമേണിഞ്ച വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഇന്ന് നടത്തിയത്. വലിയ സംഘർഷമായിരുന്നു. പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി, അടിപിടിയുണ്ടായി. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ നിന്ന് പിൻവാങ്ങി ഇപ്പോൾ MG റോഡിലൂടെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. എന്തായാലും റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രവർത്തകർ ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. മേയറുടെ രാജി ആവശ്യപ്പെട്ട് എന്തായാലും വലിയ സമരമായിരുന്നു ഇന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ സമരത്തിൽ ഉണ്ടായത്. എന്തായാലും പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു, പ്രവർത്തകരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പക്ഷേ പ്രവർത്തകരുടെ ആ സമരവീര്യം ബാരിക്കേഡ് മറച്ചിട്ട് മുന്നോട്ട് പോകാനായിരുന്നു. പിന്നീട് പിന്നിലൂടെയും അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അവിടെയും മുന്തും തള്ളുമായി അവിടെ ഒരു ചെറിയ ഗേറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. വലിയ പോലീസ് സന്നാഹം ഈ പിൻഭാഗത്ത് ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെയും ഒരു സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ച് പോലീസ് പക്ഷേ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമായി. പക്ഷേ പ്രവർത്തകർ പിന്തിരിഞ്ഞ് പോകാൻ തയ്യാറായില്ല. ഇതേ തുടർന്നാണ് പോലീസ് ലാത്തി ഉപയോഗിച്ച് പ്രവർത്തകരെ വിരട്ടി ഓടിക്കാൻ ശ്രമിച്ചത്. പക്ഷേ എന്നിട്ടും പ്രവർത്തകർ പിന്തിരിഞ്ഞു പോയില്ല. ഈ ദൃശ്യങ്ങൾ MG റോഡിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ റോഡ് ഏതാണ്ട് ഉപരോധിച്ച് നടന്നു നീങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പോലീസ് ഒരു പ്രവർത്തകനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കളൊക്കെ ഇടപെട്ട് പോലീസിന്റെ കയ്യിൽ നിന്നും ആ പ്രവർത്തകനെ മോചിപ്പിക്കുകയും അയാളെയും കൊണ്ട് ഇപ്പോൾ MG റോഡിലൂടെ ഒരു പ്രതിഷേധ പ്രകടനം കണക്കെ മുന്നോട്ട് നീങ്ങുകയുമാണ്. 2-3 തവണ ഇന്ന് ജലപീരങ്കി ഈ പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചിരുന്നു കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച്. പക്ഷേ തുടർന്നും പ്രവർത്തകർ അവിടെ സംഘടിക്കുകയും അതിൻ്റെ കോർപ്പറേഷൻ്റെ മറ്റൊരു ഗേറ്റിലൂടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസ് അത് തടഞ്ഞു, ലാത്തി വീശി. അതിനുശേഷം പ്രവർത്തകർ ചിതറിയോടി. അവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ അതിന് അറസ്റ്റിന് വഴങ്ങിയില്ല. ഇപ്പോൾ പ്രതിഷേധം ഏറെക്കുറെ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകർ MG റോഡിലൂടെ ഇപ്പോൾ മേയറുടെ രാജി ആവശ്യപ്പെട്ട് മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് നീങ്ങുകയാണ്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ മരിച്ച ശുചീകരണ തൊഴിലാളി N ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്ന്. ഷഫീദ്, മന്ത്രിസഭാ യോഗത്തിൽ ഈ തീരുമാനം ഏറെക്കുറെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടിയുമൊക്കെ ഇക്കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തൊക്കെയാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിശദാംശങ്ങൾ? വിജയകുമാർ, ഇന്ന് രാവിലെ 11:30 ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ആമയിഴഞ്ചാൻ തോട് ശുചീകരണ പ്രവൃത്തിക്കിടെ മുങ്ങി മരിച്ച N ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയായിരിക്കും ധനസഹായമായി നൽകുക. N ജോയിയുടെ അമ്മയ്ക്കായിരിക്കും ഈ തുക കൈമാറുക എന്നും മന്ത്രിസഭാ യോഗത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ പരിധിയിലെ ഭൂമിയാണെങ്കിൽ കൂടി സർക്കാർ അക്കാര്യത്തിൽ ജോയിയുടെ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള തീരുമാനം എടുത്തിരുന്നു. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട മന്ത്രിമാരടക്കം റെയിൽവേയും ജോയിയുടെ കുടുംബത്തിന് സഹായം നൽകണമെന്നുള്ള ആവശ്യം ഇതിനോടകം തന്നെ ഉയർത്തിയിട്ടുമുണ്ട്. വിജയകുമാർ, ഷഫീദ്, ഈ നേരത്തെ ഈ റെയിൽവേ ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തി എന്നും റെയിൽവേ പണം നൽകണം, നഷ്ടപരിഹാരം നൽകണം എന്നൊക്കെ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് പലരും ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി അടക്കം കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ദിവസങ്ങളിലൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണങ്ങളൊക്കെ റെയിൽവേക്കാണ് ഇതിൽ വലിയ ഉത്തരവാദിത്വം, അത് റെയിൽവേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് അനുവദിക്കില്ല എന്ന വിമർശനം ഇപ്പോൾ DYFI ഇന്ന് അവിടെ റെയിൽവേയുടെ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചൊക്കെ നടത്തി. മന്ത്രിസഭാ യോഗത്തിൽ എന്തെങ്കിലും ആ നിലയ്ക്ക് എന്തെങ്കിലും പരാമർശങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു യോഗവും വിളിച്ചിട്ടുണ്ടല്ലോ. വിജയകുമാർ, നാളെയാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗം, അടിയന്തര യോഗം. ആമയിഴഞ്ചാൻ തോട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം നാളെ ചേരും. നാളെ റെയിൽവേ ഡിവിഷണൽ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ യോഗത്തിൽ പങ്കെടുക്കും. 7 വകുപ്പുകളിലെ മന്ത്രിമാരുമായി യോഗത്തിൽ പങ്കെടുക്കും. ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കവേ ഉയർന്ന ഒരു അഭിപ്രായം, റെയിൽവേ പരിധിയിലെ ഭൂമിയാണെങ്കിൽ കൂടി അക്കാര്യത്തിൽ ജോയിയുടെ കുടുംബത്തെ ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതികരണവും ഒരു അഭിപ്രായവുമാണ് ഉയർന്നത്. ഇതിന് പിന്നാലെയാണ് വളരെ അടിയന്തരമായി തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപ ജോയിയുടെ കുടുംബത്തിന് നൽകാൻ സഹായിച്ചത്. നേരത്തെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത്, സംസ്ഥാന സർക്കാർ സ്വാഭാവികമായും ധനസഹായം നൽകുമ്പോൾ
റെയിൽവേക്ക് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് റെയിൽവേ ഇതിനോടകം തന്നെ എടുത്തിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റെയിൽവേ ഡിവിഷണൽ മാനേജർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അനീഷ് ടാപ്ലിയാറിനോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉയർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ജോയിയുടെ കുടുംബത്തിന് ധനസഹായം നൽകാൻ ചില നിയമങ്ങളുണ്ട്, ആ നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്നുള്ളതാണ്. പക്ഷേ റെയിൽവേ ഉന്നത അധികാരികൾ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു ധനസഹായം നൽകുന്നതിൽ സാങ്കേതിക തടസ്സമടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്ന സാഹചര്യത്തിൽ റെയിൽവേ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ധനസഹായം നൽകും എന്നൊരു വിലയിരുത്തൽ കൂടി സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. വിജയകുമാർ. എൻ ജോയിയുടെ മാതാവിന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് തുക അനുവദിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.